ഹായ് ഫ്രണ്ട്സ്, ടെക്നോവറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബങ്കറിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഈ ബങ്കറിംഗ് എന്ന് വെച്ചാൽ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ആരെങ്കിലും കപ്പലിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ചൈനയിൽ ബങ്കർ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിംഗപ്പൂർ ബങ്കർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ബങ്കറിംഗ് എന്ന് വെച്ചാൽ? യഥാർത്ഥത്തിൽ ഷിപ്പിലെ ഫ്യൂൽ എടുക്കലാണ് ബങ്കറിംഗ് എന്ന് വെച്ചാൽ. നമ്മുടെ നാട്ടിൽ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന പെട്രോളോ ഡീസലോ ഒന്നും അല്ല കപ്പലിൽ യൂസ് ചെയ്യുന്ന ഫ്യൂല്. കപ്പലിൽ പലതരത്തിലുള്ള ഫ്യൂലുകൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഫ്യൂലാണ് HFO എന്ന് പറയുന്നത്, ഹെവി ഫ്യൂൽ ഓയിൽ. നമ്മുടെ കപ്പൽ ഇവിടുന്ന് എടുക്കാൻ പോകുന്നത് VLSFO ഓയിലാണ്, അഥവാ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ. ഒരു മെട്രിക് ടൺ VLSFO ഓയിലിന് ഏകദേശം $700 ആണ്, അഥവാ 60,000 രൂപ ഏകദേശം റേറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ കപ്പലിൽ നിറക്കുന്നത് 500 മെട്രിക് ടൺ VLSFO ഓയിലാണ്. ഏകദേശം 3 കോടിയോളം രൂപയുടെ ഓയിലാണ് നമ്മുടെ കപ്പൽ ഇപ്പോൾ ഇവിടെ നിന്ന് നിറക്കുന്നത്. ഒരു ദിവസം നമ്മുടെ കപ്പൽ ഓടാൻ വേണ്ടിയിട്ട് ഏകദേശം 13 ലക്ഷം രൂപയുടെ ഫ്യൂൽ വേണം. നമ്മുടെ കപ്പലിലെ സൈഡിൽ നിൽക്കുന്നതാണ് ബങ്കർ ബാർജ്. ഇതിൽ നിന്നാണ് നമുക്ക് ഫ്യൂൾ സപ്ലൈ ചെയ്യുന്നത്. ബങ്കർ ബാർജിൽ നിന്ന് നമ്മുടെ ടാങ്കിലോട്ട് ഫ്യൂൾ സപ്ലൈ ചെയ്യുന്നത് ബങ്കർ ഹോസ് വഴിയാണ്. നമ്മുടെ കപ്പലിൽ ബങ്കറിന് മുമ്പുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സേഫ്റ്റി മീറ്റിംഗ് നടത്തും. ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ, ഓയിൽ സ്പിൽ കിറ്റുകൾ, എമർജൻസി സ്റ്റോപ്പ് സിസ്റ്റമുകൾ എല്ലാം നമ്മൾ റെഡിയാക്കും. ബങ്കർ ബാർജും നമ്മുടെ ഷിപ്പും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സജ്ജമാക്കും. ടാങ്കുകൾ എത്ര ഒഴിഞ്ഞിട്ടുണ്ട്, എത്ര ഓയിൽ സ്വീകരിക്കണം, അവയുടെ കപ്പാസിറ്റി കാൽക്കുലേഷൻ ചെയ്യും.